റീസെൻ്റ്ലി സോഷ്യൽ മീഡിയാസിൽ വളരെയധികം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് salted popcorn, caramelized popcorn, plain popcorn. ഗവൺമെൻറ്റിൻ്റെ പോപ്കോണിൻ്റെ മേലെ വരുന്ന ടാക്സിൻ്റെ കാര്യം. ഒരു അൺബ്രാൻഡഡ് ആയിട്ടുള്ള പോപ്കോൺ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 5% ആണ് GST കൊടുക്കേണ്ടത്. അതല്ല അതൊരു പാക്ഡ് ആയിട്ടുള്ള പോപ്കോൺ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 12% ആണ് GST കൊടുക്കുന്നത്. ആ സെയിം പോപ്കോണിൽ നിങ്ങൾ കാരമലൈസ്ഡ് ചെയ്ത പോപ്കോൺ ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 18% ആണ് നിങ്ങൾ GST കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരന് അവൻ്റെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആയാലും സോപ്പ് ആയാലും ടൂത്ത് പേസ്റ്റ് ആയാലും ഇതിന് വരെ 18% ആണ് കറൻ്റ്ലി നമ്മുടെ ഗവൺമെൻറ് GST എന്നുള്ള രീതിയിൽ ചാർജ് ചെയ്യുന്നത്. നിങ്ങൾ നല്ല പഠിച്ചതിന് ശേഷം ഒരു നല്ല ജോബ് വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ബുക്ക് വാങ്ങുകയാണെങ്കിൽ 12% ആണ് GST കൊടുക്കുന്നത്. നോട്ട്ബുക്കിൽ നിങ്ങളൊരു പേന കൊണ്ട് എഴുതണം എന്നുണ്ടെങ്കിൽ ആ പേന വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് 18% ആണ് GST കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയിലുള്ള കറണ്ട് ടാക്സ് സിസ്റ്റത്തിന്റെ സിറ്റുവേഷൻ. നിങ്ങളൊരു മൊബൈൽ വാങ്ങിയാലും ടൂത്ത് പേസ്റ്റ് വാങ്ങിയാലും പെന്ന് വാങ്ങിയാലും 18% ആണ് GST കൊടുക്കുന്നത്. അതല്ല നിങ്ങൾ ഗോൾഡോ അല്ലെങ്കിൽ ഡയമണ്ടോ വാങ്ങുകയാണെങ്കിൽ വെറും 3% GST മാത്രമാണ് കൊടുക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ലൈഫ് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയമണ്ട് ആയാലും ഗോൾഡ് ആയാലും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. മറിച്ചിട്ട് ടൂത്ത് പേസ്റ്റും ഹെയർ ഓയിലും സോപ്പും ഒക്കെ ഡെയിലി ലൈഫിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്തുകൊണ്ടാണ് GST വന്നിട്ടും ഇത്രയും കാലമായിട്ട് നമ്മുടെ ടാക്സ് സിസ്റ്റം എളുപ്പമാവാത്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്.